എഗ് 65 ആരെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? അപ്പം നമുക്കൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കിയാലോ? അപ്പോൾ അതായിക്കോട്ടല്ലേ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് മുട്ട പുഴുങ്ങി തണുക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നായിട്ട് നമ്മളെ ചിരുളി വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുട്ടയൊക്കെ ഇതാ നല്ലോണം തണുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊക്കെ ഒന്ന് തോല് കളഞ്ഞെടുക്കട്ടെ. ഞാനെടുത്തത് ഒരു 6 മുട്ടയാണ് കേട്ടോ. അപ്പോൾ മുട്ടേനൊക്കെ നല്ല വൃത്തിയിൽ തോലൊക്കെ പൊളിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ അരിയുമ്പോൾ നമ്മളേ ഇതിൻ്റെ ഉള്ളിലത്തെ മഞ്ഞക്കരുല്ലേ അത് ഒഴിവാക്കിയിട്ട് വേണം കേട്ടോ അരിയാൻ. അപ്പം നമുക്ക് വേണ്ട പറഞ്ഞാൽ ഈ ഒരു ഡിഷിക്ക് വേണ്ടാന്ന് കേട്ടോ ഞാൻ പറഞ്ഞേ. ഇത് നമ്മളിഞ്ഞ് മാക്സിമം ചെറുതാക്കി അരിയണം കേട്ടോ. ഇപ്പോൾ പൊടിപൊടിയായി അരിഞ്ഞ മുട്ടേനെ നമുക്ക് ഒരു പാത്രത്തേക്ക് തട്ടി മാറ്റാം കേട്ടോ. ഇനി ഞാൻ ചെറുതാക്കിയിട്ട് ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തത്, അത് ഇട്ടിട്ടുണ്ട് ഇതിൽ. അതുപോലെ തന്നെ 2 പച്ചമുളകും പൊടിപൊടിയാക്കി അരിഞ്ഞിട്ടുണ്ട്, അതും ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് അതും ഇടാണേ. പിന്നെ ഞാൻ കുറച്ച് കൂടുതലായിട്ട് വെളുത്തുള്ളി പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ 2 ഭാഗമാക്കി മാറ്റിയിട്ട് പകുതി ഭാഗം ഇതിൽ ഇട്ട് കൊടുക്കണേ. ഇനി ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. അതുപോലെ ഒരു സ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുത്തു. ഒരു സ്പൂണ് കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുത്തു. 2 സ്പൂണ് മൈദപ്പൊടിയും. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണേ. ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണേ, ഞാൻ നേരത്തെ മറന്നേ, ഒന്നും അരിഞ്ഞിട്ട് ഇടണം കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്യാം. ഇപ്പോൾ മിക്സിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമുക്ക് ഇനി ഇതിക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാണ്ട്. മിക്സിങ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിനായിരിക്കും നമുക്കിത് കിട്ടുക. ഇനിയിപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ ഒന്ന് ഓൺ ചെയ്ത് നമ്മൾ ഈ ഒരു പാന് വെച്ച് കൊടുക്കാം കേട്ടോ അടുപ്പത്ത്. പാനൊക്കെ ചൂടായിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ. വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി അതിന്ന് കുറച്ചെടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണേ. ഇടുന്ന സമയത്ത് ഞാൻ തീയൊന്ന് ഫ്ലെയിം താത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം നല്ലോണം ചൂടാക്കി വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ, പിന്നെ ഫ്ലെയിം താത്തുക. നമ്മൾ ഈ ഒരു കൂട്ട് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് വേണം മറിച്ചിടാൻ കേട്ടോ. കുറച്ച് സമയമായി മറിച്ചിടാം. ഇപ്പോൾ 2 ഭാഗവും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലൊരു കളറായി മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങാം കേട്ടോ. അടുത്ത ബാച്ചും കൂടി വറുക്കുക കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇതാ നമ്മളെ 2ാമത്തെ ട്രിപ്പും റെഡി ആയേ. ഞാൻ അതും കൂടി കോരട്ടെ. ഇപ്പോൾ നമ്മളെ പൊരിക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ മാറ്റി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ അതിൽ വെച്ചിട്ടുണ്ട്. അതിക്കാണ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു പിന്നെ വെളുത്തുള്ളി ഇടാൻ പോണേ. ഈ വെളുത്തുള്ളിനൊന്നും ഇങ്ങോട്ട് വഴറ്റിയെടുക്കാം നമുക്ക്. വെളുത്തുള്ളി ഏകദേശം ഒന്ന് വഴണ്ടി വന്ന ആ ഒരു സമയത്ത് ചെറുതാക്കി അരിഞ്ഞ് വെച്ച വലിയ ഉള്ളിയും കൂടി ചേർക്കണേ. ഈ ഒരു ഡിഷിൻ്റെ പ്രത്യേകതയാണ് എല്ലാതും ചെറിയ കഷ്ണങ്ങളാക്കി അരിയുക, ചെറുതാക്കിയിട്ട്. അപ്പം ഞാൻ ഒരു വല്യുള്ളിയാണ് എടുത്തത്. ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ആ മുട്ടയൊക്കെ പൊരിച്ച് വെച്ചാൽ ഉപ്പിട്ടിട്ടുണ്ട്. ഈ ഒരു ഉള്ളിയൊക്കെ വാടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഞാൻ ചേർത്തത് കേട്ടോ. ഇപ്പോൾ വല്യുള്ളിയും വെളുത്തുള്ളിയും വാടി വന്നിട്ടുണ്ട്. നല്ലോണം ചുവപ്പ് കളറാകുമൊന്നും വേണ്ട കേട്ടോ. ഒരു ഏകദേശം ഒരു ലെവലിൽ ഇങ്ങനെ വാടി കിട്ടിയാൽ മതി. ഈ ഒരു സമയത്ത് നമ്മളെന്താ കാശ്മീരി മുളക് പൊടി 1 സ്പൂണ് ചേർത്ത് കൊടുക്കണേ. ആ ഒരു മുളക് പൊടീൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടട്ടെ കേട്ടോ. ഇപ്പോൾ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മളെന്താ ഒഴിക്കുന്നറിയോ? സോസാണ് ഒഴിക്കുന്നത്, തക്കാളി സോസ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഈ ഒരു തക്കാളി സോസൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിന് ചേർത്താൽ മതി കേട്ടോ. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറച്ച് വേണമെങ്കിൽ കുറച്ച് ചേർക്കാം. ഞാൻ അത്യാവശ്യം ചേർത്തിട്ടുണ്ട്. നമ്മൾ പൊരിച്ച് വെച്ച
നമ്മൾ ആ ഒരു എഗ്ഗിൻ്റെ ആ ഒരു സംഭവം അതാ ഇതിൽ ചേർക്കുക കേട്ടോ. ഇത് എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ട് ആക്കി കൊടുക്കുക. ഇളക്കി സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ഇതേപോലെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. അങ്ങനെ നമ്മളെ എഗ് 65 റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് വേഗം തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റട്ടെ. ചിക്കൻ 65 എന്ന് പറയണേ. എഗ് 65 നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കഴിക്കാൻ എങ്ങനെയുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. പക്ഷെ ഞാനൊന്ന് കഴിച്ചോക്കട്ടെ കേട്ടോ. നല്ല മണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് മാത്രമായിട്ടല്ല കേട്ടോ കഴിക്കുന്നത്. ആദ്യം ഞാൻ ഇത് ഒറ്റയ്ക്കൊന്ന് കഴിച്ചോക്കട്ടെ. ഓ എന്താ പറയണ്ടേ, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല കേട്ടോ. നല്ല രസമുണ്ട് സംഭവം. നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം. അപ്പോൾ അങ്ങനെയാണ് കാര്യം. ഞാനിനി ചപ്പാത്തീൻ്റെ കൂടെ കഴിക്കട്ടെ കേട്ടോ. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ചപ്പാത്തി കഷ്ണം നമുക്കിത് മുറിച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ ഒരു എഗ്ഗിൻ്റെ ഒരു കഷ്ണം എടുക്കുക. ഒന്നും പറയാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ചപ്പാത്തിക്ക് നല്ല കോമ്പിനേഷനാണ്. എനിക്ക് തോന്നുന്നു ചോറിനെക്കാട്ടിലും ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ട് ചപ്പാത്തി. അങ്ങനത്തെ ചായക്കടികൾക്കൊക്കെ ആയിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം, സൂപ്പറായിട്ടുണ്ട്. ഈ ഒരു എഗ് 65 വീട്ടിൽ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എനിക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പുണ്ട്. കാരണം അത്രമാത്രം ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടടുത്താലാണ് വളർന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ നിങ്ങളെ നല്ല നല്ല കമൻറ്റ്സ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാനിരിക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യുന്ന ഒരു സമയത്ത് അമ്മേനെ കിട്ടിയില്ല. ഞാൻ കുറേ വിളിച്ചമ്മ എവിടെയെന്ന് കുളിക്കുന്നു. ഞാൻ കുളി കഴിഞ്ഞ് സാരി മാറ്റിയത് കല്യാണത്തിന് പോണ്ടേ. കല്യാണത്തിനല്ലേ? അതെ അതെ, ഞാൻ പോരുണ്ട്. പിന്നെന്താ, കല്യാണത്തിനുണ്ട് നമുക്ക്. നാളെയാണ് കല്യാണം. ഇവിടെ ഉണ്ട് ഒരു കല്യാണം, അങ്ങോട്ട് വേണം പോവുകയെ. പത്രം കണ്ട് വിളിക്കുന്നു. അതെ, അപ്പം ഞങ്ങളെല്ലാവരും കല്യാണത്തിന് പോകാൻ ഒരുങ്ങാണ് കേട്ടോ. ഇനി അടുത്തതായിട്ടുള്ള അതാണ് പരിപാടി. പിന്നെ ഞാൻ എന്താ ഉണ്ടാക്കി അറിയോ? മനസ്സിലായില്ല. ഇതെന്താ കണ്ടിട്ട് തോന്നണേ? അങ്ങനെ തോന്നലൊന്നുമില്ലല്ലേ? വട പോലെ. ഇതാണ് എഗ് 65, ചിക്കൻ 65 എന്നൊക്കെ കേട്ടില്ലേ? അതേപോലെ ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയില്ല, ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുകയാണ്. ഞാൻ കഴിച്ചു കേട്ടോ. അപ്പം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ കഴിച്ചേക്കി. ഞാൻ ചപ്പാത്തിയും കുട്ടി കഴിച്ചു. നിങ്ങൾക്ക് ആദ്യം ഒന്ന് കഴിച്ചേക്കി. എന്താ സൂപ്പറാട്ടോ. അതെ, ഇഷ്ടമായോ? നമ്മൾ ഇതുവരെ ഉണ്ടാക്കാത്തൊരു വ്യത്യസ്ത ഡിഷാണ്. ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ടാവും, പക്ഷേ ഞാൻ ഉണ്ടാക്കി നോക്കിയില്ല എന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കണം കേട്ടോ.